ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാലും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. സാബുനരി, ചവ്വരി, സാഗം എന്നൊക്കെ പറയും. അത് നന്നായിട്ട് കഴുകി 1 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് തന്നെ എടുക്കുകയുള്ളൂ കേട്ടോ അത് വെന്ത് കിട്ടാൻ. 1 മണിക്കൂർ നമ്മൾ ഇത് സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ ഇത് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഊറ്റിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതേ പാത്രം തന്നെ കഴുകിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിൽമയുടെ 1 കവർ പാല് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡെസേർട്ടാണ്. പായസം എന്ന് പറയാം. നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഒരു ഗസ്റ്റ് വരുന്ന സമയത്തും ഇത് കൊടുക്കാൻ പറ്റും. അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ സ്വീറ്റാണ് ഇത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ അരിപ്പൊടി നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അതൊന്ന് ചൂടാകുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് പെട്ടെന്നൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരിപ്പൊടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് അരിപ്പൊടി വേവിച്ചെടുക്കുന്ന സമയത്ത് അരിപ്പൊടിയുടെ ചുവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് അരിപ്പൊടി നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ നമ്മൾ എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ അരിപ്പൊടി വേവില്ല, അരിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അടിയിൽ പിടിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലോ അതിലൊരു അല്പം താഴ്ത്തി വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുക്കി ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ അരിപ്പൊടിയുടെയൊക്കെ ആ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ 1/4 കപ്പ് പഞ്ചസാര ഒരു മീഡിയം മധുരം ഉണ്ടാവും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കിയേക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഡെസേർട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കട്ടകളും ഇതൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ ആയിക്കാരം ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ 3/4 ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്ക് വേണമെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ നല്ല ലൂസ് വേണമെങ്കിൽ 1 കപ്പും ചേർക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തത് ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പരുവം മതി ഇവിടെ. അപ്പോൾ എനിക്ക് 1/4 കപ്പ് പാല് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ചവ്വരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചവ്വരി ചെറുതായിട്ടൊന്ന് കട്ടായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത ഏതൊരു പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 10-12 ബദാം കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എന്താ പറയുക ചെറിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5-6 കാഷ്നട്ടൊന്ന് വറുത്തെടുത്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സും ഇതൊക്കെ പഴങ്ങളും ഒക്കെ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് നോക്കി നോക്കാം.
അപ്പോൾ മധുരമൊക്കെ എനിക്ക് കറക്റ്റ് പാകമാണ്. ഇതിൻ്റെ ആവറേജ് ഒരു പാകത്തെ മധുരമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു